സീസൺ 5 ഇറങ്ങുന്നതിന് മുമ്പ് വില്ല് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. യു ഗൈസ് ആർ നോട്ട് റെഡി ഫോർ വാട്ട്സ് കമ്മിങ്. യെസ്, അതുപോലെ റൈറ്റ് ആയിരുന്നു കേട്ടോ. ഈ വോളിയം 2 എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 4ാമത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ അതിൽ വില്ലിനെ ഒരു കിട്ടിയ പവർ നമ്മൾ ലാസ്റ്റ് കണ്ടിട്ട് എന്താ പറയുക, ഒരു 4th എപ്പിസോഡ് നമുക്ക് തന്നൊരു രോമാഞ്ചല്ലേ. ആ സാധനം നമുക്ക് ഈ വോളിയം 2 5th 6th ആൻഡ് 7th ഈ 3 എപ്പിസോഡും കിട്ടും. മാൻ, ഇതേപോലത്തെ ഒരു സാധനം, അതായത് സീസൺ 4 മീൻസ് സീസൺ 5 ഈ 4ാമത്തെ എപ്പിസോഡിൽ ഈ വില്ല് ചെയ്യുന്ന ലാസ്റ്റ് ഒരു കൺട്രോൾ ചെയ്യുന്നൊരു സംഭവമല്ലേ, വെക്നയുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് ഡെമോ ഡ്രാഗൺസിനെ കൊല്ലുന്ന അതുപോലത്തെ ഒരു ഐറ്റം 5ാമത്തെ എപ്പിസോഡിലുണ്ട്. ആൻഡ് മാൻ, അത് ആരോടാ ചെയ്യുന്നതും കൂടി അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു കുളിരുണ്ട്. ദാറ്റ് വാസ് ഗ്രേറ്റ് മാൻ. പിന്നെ ആ വില്ലിന് കിട്ടി എങ്ങനെയാണ് പവർ കിട്ടിയത്, പിന്നെ എന്താ പറയുക, ആ പവർ ഇനി എങ്ങനെ കിട്ടും, അത് എങ്ങനെയാണ് ആ പവർ വീണ്ടും എടുക്കാന്നൊക്കെയുള്ള ഒരുപാട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാൻ, ഈ വെയിറ്റിംഗ് എന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടം. കാരണം അടുത്ത ഒരു 8ാമത്തെ എൻ്റെ ലാസ്റ്റ് എപ്പിസോഡും കൂടി ഇറങ്ങാൻ ഇനി സമയമുണ്ട്. അതായത് ന്യൂ ഇയർ നമുക്കിവിടെ പിറ്റേന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈം വരണ്ട്. മീൻ അതും കൂടി ഇറക്കിയിരുന്നുണ്ടല്ലോ. ഇതിലെ മെയിൻ വില്ലൻ എനിക്ക് തോന്നുന്നു ഇനി പറയുന്ന പോലെ വലിയ വേറെ മൈൻഡ് ഫ്ലെയർ ഉണ്ടാവും, സംശയമാണ്, അറിയില്ല. ചിലപ്പോൾ വെക്ന തന്നെ ആയിരിക്കാം. പക്ഷെ എന്നാലും എൻ്റെ മാൻ ഒരു രക്ഷയില്ല കേട്ടോ. പോരാത്തതിന് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സീരീസ് വരുന്നൊരു ക്ലിഫ് ഹാങ്ങർ ഉണ്ട്. നമ്മൾ പറയില്ലേ, ഓരോ സീസൺ കഴിയുമ്പോൾ നമ്മളിങ്ങനെ കൊളുത്തിപ്പിടിച്ചിട്ട് അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കണ്ടേ തരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം തന്നെ കാണണമെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു സാധനം, അത് സ്ട്രേഞ്ചർ തിങ്സിന് തന്നെ പറ്റുള്ളൂ കേട്ടോ. വേറെ ഒരു സീരീസിനും ഞാൻ അങ്ങനെ കണ്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. ആൻഡ് മാൻ, ഈ 3 എപ്പിസോഡ് അപ്പോൾ കണ്ടിട്ടില്ലാത്തവരെല്ലാവരും പോയി കണ്ടോ, നല്ല അടിപൊളിയാണ്. നമ്മൾ കാളിയുടെ ക്യാരക്ടർ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ സീസൺ ഇതിന് മുമ്പുള്ള സീസണിൽ. പക്ഷേ അതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെത്തിന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സീൻസിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് കാളിക്ക് കറക്റ്റായിട്ടുള്ളൊരു ക്യാരക്ടർ കിട്ടി. നമ്മൾ 4th എപ്പിസോഡിൽ എൻഡിങ്ങിൽ കണ്ടായിരുന്നു ഒരു എന്താ പറയുക, കാളിയുടെ ക്യാരക്ടർ വരുന്നത്. ആൻഡ് ബാക്കിയുള്ള എല്ലാ എപ്പിസോഡ്സും കാളിക്ക് ഭയങ്കരമായിട്ടുള്ള റോളുണ്ട്. പക്ഷേ ആളുടെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറായിട്ടാണ് ഈ ഒരു 7ാമത്തെ എപ്പിസോഡ് വരെ കാളിയുടെ ക്യാരക്ടർ നിൽക്കുന്നത്. ആൻഡ് 8ാമത്തെ എപ്പിസോഡിലേ പറയാൻ പറ്റുള്ളൂ. കാരണം കാളി എന്താ പറയുക, ഒരു വെക്നയുടെ സൈഡിലാണോ അതോ ഈ പറയുന്ന എല്ലിൻ്റെയും മൈക്കിൻ്റെയും പോരാത്തതിന് വില്ലിൻ്റെയൊക്കെ സൈഡിലാണോ എന്നുള്ളത് നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓരോ എപ്പിസോഡും ഏകദേശം 1 മണിക്കൂറിന് മുകളിലുണ്ട് കേട്ടോ. റൺ ടൈം 1 മണിക്കൂർ 10 മിനിറ്റിൻ്റെ ഒക്കെ എടുത്താണുള്ളത്. പക്ഷേ ഇത് ഈ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. കാരണം എത്ര ഫാസ്റ്റ് പേസിലാണ് എന്നല്ല, ടക്കടക്കടക്കട പോവല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ സമയം തീർന്നു പോകുന്നത് നമ്മൾ അറിയില്ല. അത്രയ്ക്കും നമ്മളെ എൻഗേജിങ് ആക്കിയിട്ട്, അല്ലെങ്കിൽ അത്രയ്ക്കും നമ്മളെ അതിൽ പിടിച്ചിരുത്തിയാണ് ഈ ഒരു കഥ കൊണ്ടുപോകുന്നത്. എന്തായാലും ഒരു എപ്പിസോഡും കൂടി ബാക്കിയുള്ളൂ. മീൻസ് അതിൻ്റെ റൺ ടൈം ഏകദേശം എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എന്തായാലും അത്യാവശ്യം റൺ ടൈം ഉണ്ടായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു ക്ലൈമാക്സിൽ എത്തിക്കണമല്ലോ. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 3-4 കഥകൾ ഒരേ സമയം പല സ്ഥലത്ത് നടക്കുന്നതായിട്ട് കാണിച്ച് കൊണ്ടുവന്നിട്ട് അവസാനം ഇപ്പോൾ ഒരു ഒന്നിലെത്തിച്ചിട്ടുണ്ട്. ഇനി ആ ഒന്ന് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാണ് ലാസ്റ്റ് എപ്പിസോഡിൽ എന്തായാലും എന്താ പറയുക നമ്മൾ അറിയാൻ പോകുന്നത്. ആൻഡ് 7ാമത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഇതിലാട്ടോ. കാരണം വെക്ന കൺട്രോൾ എടുക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഇതിലാണ് ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ പറയുന്ന ജനുവരി 1 വരെ തന്നെ കാത്തിരിക്കണം. ലാസ്റ്റ് എപ്പിസോഡ് ഇറങ്ങുന്നവരെ നമുക്ക് അതിലറിയാൻ പറ്റും. എന്തായാലും വോളിയം 2 അടിപൊളിയുന്നു, ഒരു രക്ഷയില്ല.